ഞാനിവിടെ ചോദിക്കാൻ എന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ മംഗലാപുരം ഗ്രാമപഞ്ചായത്തിലാണ്. വരിക്കമുക്ക് ഇടവിളാകം CRPF റോഡ്, അതാണ് നമ്മൾ ഈ കാണുന്ന റോഡ്. 2.5 വർഷം മുമ്പാണ് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ പണി തുടങ്ങി ദിവസങ്ങൾക്കപ്പുറം തന്നെ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്നൊരു സാഹചര്യമുണ്ടായി. അതിനുശേഷം കഴിഞ്ഞ 2.5 വർഷമായി ഈ മെറ്റിലിളകിയ റോഡിലൂടെയാണ് ജനങ്ങൾ യാത്ര ചെയ്തിരുന്നത്. നിരവധി പേർക്ക് അപകടങ്ങളുണ്ടായി, നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റി. എന്നാൽ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷയിൽ ജനങ്ങൾ നിരവധി പ്രക്ഷോഭ പരിപാടികളും സമരപരിപാടികളും നടത്തിയിട്ടുണ്ട്. എന്നാൽ വ്യക്തമായൊരു മറുപടി ആരിൽ നിന്നും ലഭിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, റോഡിൻ്റെ നിർമ്മാണം അത്തരത്തിൽ നിലച്ച അവസ്ഥയിലുമായിരുന്നു. എന്താണ് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സംഭവിച്ചതെന്ന് നമുക്ക് ഈ നാട്ടുകാരോട് തന്നെ ചോദിക്കാം. റോഡ് പണി തുടങ്ങിയിട്ട് 2.5 കൊല്ലമായി. ഈ റോഡ് ജനങ്ങൾക്ക് ദുരിതം അനുഭവിച്ചിരുന്ന ആൾക്കാർക്ക് സ്മാരകമായിട്ട് ഇന്നും കൂടുതൽ ഉള്ള സാധനം റോഡുള്ള ഇപ്പോഴും ദുരിതത്തിൽ പോകുന്ന സാധനങ്ങളിൽ അവർക്ക് ഒരു ഘടകമായി സ്മാരകമായി ഇവിടെ ഉള്ളത്. ഇപ്പോഴും ഇതുവരെ എടുക്കാൻ പറ്റും. കോൺട്രാക്ടർ ഇതുവരെ ഈ ഭാഗത്ത് ഇത് വേണ്ടെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ടായിരിക്കും മെറ്റൽ നിരത്തി ഇവിടെ ഇട്ട് നമ്മളിവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ ഉത്സവം അന്ന് ചെറിയ വിഷയങ്ങളായ ശേഷം ഇവിടെ ഒതുക്കിയതാണ്. ഒരു ഘോഷയാത്ര പോലും ഈ റോഡിനെ സംബന്ധിച്ച് മാറ്റി വയ്ക്കേണ്ട സ്ഥിതിയാണ് നമ്മളിവിടെ ഈ ഒരു ക്ഷേത്ര ഇതിൽ ഉണ്ടായ സംഭവം. അന്ന് കണ്ട റോഡാണ് ആയി കിടക്കുന്നത്. ഇത് തുടങ്ങിയിട്ട് തന്നെ ഏകദേശം ഒരു 2 കൊല്ലം മേളിലായി. ഈ വണ്ടിയുടെ ഇത് ഞാൻ എടുത്തിട്ട് ഈ വണ്ടി പുതിയ വണ്ടിയാണ്. എത്ര വട്ടം ഇതായത് ഞാൻ പഞ്ചായത്തിൽ വരെ ഒരിക്കൽ ഞാൻ ചെന്ന് പറഞ്ഞത് ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടിട്ട് എൻ്റെ ഈ വണ്ടിയുടെ പ്രശ്നം. പിന്നെ എത്ര കുട്ടികൾ ഇതിലെ നടന്നു പോണ് വീണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വയസ്സായ ടീമുകളെ തന്നെ നമുക്ക് ഇവിടെ നിന്നെങ്കിലും ഒരു പെട്ടെന്ന് അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകാൻ വേണ്ടി ഒരു വണ്ടി വരില്ല. ഇവരൊക്കെ എങ്ങനെ കൊണ്ടു ആരടുത്ത് നമ്മൾ പറഞ്ഞ് മടുത്ത്. ഇതിനൊരു സൊല്യൂഷൻ അവരിഞ്ഞ് കണ്ടെത്തണം. ഇതിപ്പോൾ 2 വർഷത്തിലേറെയായി ഈ റോഡ് ഈ തരത്തിൽ ഇളക്കി മറിച്ച് ആർക്കും യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആയിട്ട്. കാരണം ഇതിൽ ഏതൊരു വാഹനം പോയിരുന്നാലും നമ്മളും ഈ നടന്നു പോകുന്നവരും വളരെ ശ്രദ്ധിച്ചാണ് പോകാൻ. അല്ലെങ്കിൽ ഇതിൽ നിന്ന് കല്ല് തെറിച്ചിട്ട് ഈ വണ്ടി പോകുമ്പം കല്ല് തെറിച്ചിട്ട് ഒരിക്കലും ഞാൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ അന്ന് എൻ്റെ കാല് പോയതിനായിരുന്നു. ഏകദേശം നമുക്ക് ഈ ഭാഗത്ത് ഈ ഒരു റോഡിനെ ആശ്രയിച്ച് എത്രത്തോളം കുടുംബങ്ങളുണ്ടാവും? എങ്ങനെ പോയാലും ഒരു 500 കുടുംബങ്ങൾ തന്നെ ഉണ്ടാവും. ശരിക്കും അത്രയധികം ഉണ്ട്. കാരണം ഈ ഉള്ളിലോട്ടൊക്കെ ആൾക്കാരുള്ളത് അവരെന്തായാലും ആവശ്യങ്ങൾക്ക് ഈ റോഡിലേക്ക് വന്നാലേ അവർക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇത്രയേറെ കുടുംബങ്ങളെ അത് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 1-2 കൊല്ലത്തോളമായി റോഡിൻ്റെ പണി. ഇതിപ്പോൾ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിങ്ങനെ പോകാൻ വരെയൊക്കെ ചെയ്യുന്നത്. അതിന് എന്താണെന്നുള്ള തീരുമാനം എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നടത്താൻ ഞങ്ങളിവിടെ ആദ്യം കമ്മിറ്റിയൊക്കെ കൂടിയതാണ്. അപ്പോൾ അതിനെപ്പറ്റി യാതൊന്നും അറിയുന്നില്ല. ഇവിടെ ഇതിനു മുമ്പ് ഒരു സ്ത്രീ വീണവരുടെ കാലം ഒടിഞ്ഞ് ഇപ്പോൾ അവർ വീൽ ചെയറിലാണ് അവർ പോകുന്നത് തന്നെ. അന്ന് പഞ്ചായത്തിൽ കൊണ്ടുപോയി അവരവിടെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അത് വളരെ ബുദ്ധിമുട്ടിലാണ് അവരുടെ ഇത് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അറിവ് വെച്ച കാലം കൊണ്ട് ഞങ്ങൾ അറിയപ്പെടുന്നത് വരിക്കുമുക്ക് ജംഗ്ഷൻ, വരിക്കുമുക്ക് റോഡെന്നാണ് ഞങ്ങൾ അറിയുന്നത്. ഇപ്പം ഈ റോഡ് തോപ്പുമുക്ക് എന്നാണ് അവരിപ്പോൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യം. തോപ്പുമുക്ക് വെച്ച് ആണെന്നാണ്. പിന്നെ എന്ന് പറയുന്നത് ഈ റോഡിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ റോഡ് ഇവിടെ വരേണ്ട റോഡാണെന്ന് നമുക്ക് ഉറപ്പില്ല. കാര്യം നല്ലപോലെ ടാറ് ചെയ്തു, നല്ലപോലെ റോഡ് ടാർ ചെയ്തു. ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് മൊത്തം കുത്തിപ്പൊളിച്ചത്. ഈ റോഡ് ആർക്ക് വേണ്ടി വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ മൊത്തം ഒറ്റ സ്വരത്തിൽ പറയുന്നു, ഇവിടെ വലിയൊരു ഫ്ലാറ്റ് ദേശായി ഹോംസിന് ഫ്ലാറ്റിന് വേണ്ടിയാണ് ഈ റോഡ് ഇവിടെ വന്നത്. അല്ലാതെ ഈ റോഡ് 5 മീറ്റർ വീതി കിടന്ന റോഡാണ്. 1 മീറ്റർ വീതി കൂടിയിട്ട് ഞങ്ങൾക്ക് ആർക്കൊന്നും ചെയ്യാനില്ല. അതിൽ ഈ 6 മീറ്റർ വീതി വന്നെങ്കിൽ മാത്രമേ ഈ ഫ്ലാറ്റിനവർക്ക് പിന്നെ ലൈസൻസോ പേപ്പറോ കിട്ടുമെന്നാണ് ഞങ്ങൾ തിരക്കിയപ്പോഴത്തേക്ക് അറിവായ കാര്യങ്ങൾ. അവർക്ക് വേണ്ടിയാണ് റോഡ് ഇവിടെ വന്നത്. പക്ഷേ എന്ത് കാരണം കൊണ്ടാണ് അത് നിർത്തിപ്പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും അറിയാൻ പറ്റുന്നില്ല. ഈ റോഡിൻ്റെ പദ്ധതി 2016 ഷെഡ്യൂൾഡ് ചെയ്തൊരു പദ്ധതിയാണ്. അതിനുശേഷം 2022 ഈ പദ്ധതി തുടങ്ങുകയും, അതായത് 2022 മെയ് 11 ഈ പദ്ധതി തുടങ്ങുകയും 2023 മെയ് 10 ഈ പദ്ധതി പൂർത്തീകരണമാണ് അവിടെ ഒരു ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ വിവരാവകാശം എടുത്തപ്പോഴും അത് നമുക്കറിയാൻ കഴിഞ്ഞു. 2,10,19,017 രൂപയാണ് ഇതിൻ്റെ ടോട്ടൽ എമൗണ്ടായിട്ട് കാണുന്നത്. പക്ഷേ ഈ റോഡ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ 2.5 വർഷങ്ങൾ കൊണ്ട് ജനങ്ങൾ ഇനി ദുരിതം അനുഭവിക്കാനില്ല. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്ലാറ്റ് സമുച്ചയങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയാണോ ഇങ്ങനെ ഇട്ടേക്കുന്നത് ഒരാളുകൾ ചിന്തിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് 2000 അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് ഈ സടക്ക് പദ്ധതി ഇവിടെ ആരംഭിക്കുന്നത്. അത് അന്ന് പൂർണ്ണമായിട്ടും കേന്ദ്രത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം 2014 ശേഷം
കേരളത്തിൻ്റെ ഫണ്ട് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് 40%, കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് 60%, ഈ പദ്ധതി രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ കാലതാമസം ഇങ്ങനെ ഏറി വന്ന ഒരു സമയത്ത് ഒട്ടനവധി ജനങ്ങൾക്ക് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അപ്പോഴൊന്നും നമ്മൾ ഒരുപക്ഷെ നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രതിനിധികൾ നല്ല ഉദ്ദേശത്തോടുകൂടി കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരിക്കാം, ആരും തന്നെ പ്രതികരിച്ചില്ല. പ്രതികരിക്കാതിരിക്കുകയും അതിനെ തുടർന്ന് ഒരു 2 വർഷമൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ അല്പസ്വല്പമൊക്കെ ആൾക്കാർ പ്രതികരണങ്ങൾ അങ്ങോട്ട് തുടങ്ങി. അതുകൊണ്ട് ജനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാനുള്ളൊരു പ്രധാന വീതി ഉണ്ടാക്കി കൊടുക്കുക, അല്ലാതെ ഇപ്പോൾ ഈ വന്ന പദ്ധതിയെ തട്ടിമാറ്റിക്കൊണ്ട് വേറൊരു പദ്ധതി ഇതി കൊണ്ട് കയറ്റി ആ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതി ഉണ്ടാവരുതെന്ന് മാത്രമാണ് അപേക്ഷിക്കുന്നത്. ഈ സാമ്പത്തിക വർഷം ഈ പണി തീർത്തില്ലെങ്കിൽ കേന്ദ്ര പദ്ധതി നമുക്ക് നഷ്ടപ്പെടും, പിന്നെ ഇത് അനന്തമായി നീളും. അത്തരം ആശങ്കകൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വന്നപ്പോൾ വീണ്ടും ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള രീതിക്ക് MLA കോൺടാക്ട് ചെയ്തു. MLA ഒരു ദിവസം അവിടെ വന്നു, ഞങ്ങളുമായിട്ട് സംസാരിച്ച് ഓക്കെ ഞാനും കൂടെ ഒന്ന് പ്രഷർ ചെലുത്താം, എന്നിട്ട് നമുക്ക് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. അനിൽകുമാർ സാറ് നല്ല രീതിയിൽ ഞങ്ങളെ ജനങ്ങളെ അവരുടെയും കൂടെ ഒരു പ്രസ്റ്റീജിൻ്റെ പ്രശ്നമായി മാറി അവർ നല്ല രീതിയിൽ സാറ് നമ്മളെ ആ ഓഫീസ് മൊത്തത്തിൽ നമുക്ക് വേണ്ടി നല്ല അനുകൂല നിലപാടെടുത്തിട്ടുണ്ട്. ഇതുവരെ എത്തി നിൽക്കുന്ന നമ്മുടെ അന്വേഷണം അവിടെ എത്തിയിട്ടേ ഉള്ളൂ. ഇനി എന്താവും ഏതാവും ഞങ്ങൾക്കറിയില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ബുദ്ധിമുട്ട് പലരും ആശുപത്രിയിലാണ്. ആശുപത്രിയിൽ നിന്ന് വന്നവരുണ്ട്, കിടക്കുന്നവരുണ്ട്. 10 മാസമായിട്ട് കിടക്കുന്ന ഒരു സ്ത്രീ ഇവിടെ ഉണ്ട്. 10 മാസമായിട്ട് ഇവിടെ വീണ് കാലൊടിഞ്ഞ്. അല്ലാതെ തന്നെ ഒരുപാട് പേര് ഈ റോഡ് വീണ് കാലൊടിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾ കാട്ടിത്തരാം. എന്തായിരിക്കുന്ന ഈ ഫ്ലക്സിൽ കാണുന്ന സ്ത്രീയാണ്, ഇപ്പോഴും വീൽ ചെയറിലാണ്. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങളുടെ പഞ്ചായത്ത് ഓഫീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കറിയില്ലായിരുന്നു. ഈ നാട്ടുകാർക്ക് അറിയില്ല ഏത് ഓഫീസിൽ ധർണ നടത്തുന്നത് എന്ന് നമുക്കറിയില്ലായിരുന്നു. ഞങ്ങൾ ആദ്യം നമുക്ക് പ്രദേശവാസികൾക്ക് അറിയാമെന്നുള്ള സർക്കാർ സ്ഥാപനം ഇതാണ്. അങ്ങനെയാണ് അവിടെ ഒരു ധർണ നടത്തിയത്. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഒരു മുന്നോട്ട് പോക്കുണ്ടായത്. ഈ MP ഓഫീസിലെത്തുകയും അവിടെ നിന്ന് ചില നിർദ്ദേശങ്ങൾ കിട്ടി. ഞങ്ങൾ സടക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം അവർ ഈ പറഞ്ഞ അനിൽകുമാർ സാർ ഇനിഷ്യേറ്റീവ് എടുത്ത് തന്നെ പല കാര്യങ്ങളും ചെയ്യാം, നടപടി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ റോഡിന്റെ വർക്ക് മുടങ്ങാനുണ്ടായ കാരണം എന്താണ്? അതാണ് ഞങ്ങൾക്കും അറിയില്ല, കൃത്യമായിട്ട് ഞങ്ങൾക്കും അറിയില്ല. കോൺട്രാക്ടറുടെ പിടിപ്പ് കേടോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതായിരിക്കും. ഇയാൾ ഹൈക്കോടതിയായിട്ടാണ് ഈ റോഡുമായിട്ടല്ല ബന്ധപ്പെട്ട് ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് അയാൾ നോക്കുന്നത്. ഇത് ഏകദേശം ഒരു 2.5 വർഷം മുമ്പ് പണി നിർത്തി പോവുകയാണ്. അതായത് 11/5/2022 തുടങ്ങി 11/10/2023 അവസാനിക്കേണ്ട ഒരു പദ്ധതിയാണ്. അത് ഒരു പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് വികസന പദ്ധതി ഉൾപ്പെടുത്തിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനുവേണ്ടി 2 കോടി 10 ലക്ഷത്തിൽ ചില്ലറ രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് അടുത്ത 5 വർഷത്തേക്ക് വേണ്ടിയിട്ട് ഏകദേശം 14 ലക്ഷത്തിൽ ചില്ലറയാണ് അനുവദിച്ചിട്ടുള്ളത്, അത് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പെട്ടെന്നൊരു ദിവസം നിൽക്കുകയാണ്, 2.5 വർഷത്തിന് മുമ്പ് നിൽക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയത്തില്ല. ഇതിൻ്റെ ബന്ധപ്പെട്ടവർ, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വിശദീകരിക്കേണ്ട വിഭാഗം എന്ന് പറയുന്നത് പഞ്ചായത്താണ്. പക്ഷേ പഞ്ചായത്തിൽ ഇടപെടുന്നില്ല. പഞ്ചായത്താരും, കാരണം അവരുടെ പദ്ധതിയല്ലല്ലോ, ഇത് ജില്ലാ പഞ്ചായത്തിൻ്റെ വികടി വരുന്നതാണ്. അപ്പോൾ അവർ ഇടപെടുന്നില്ല. പലപ്പോഴും അവരുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു സ്കൂളിൽ പോയിട്ട് വല്ല ഒരു രക്ഷകർത്താവും കുട്ടി ബന്ധം വീണു, പഞ്ചായത്ത് കൊണ്ടു ചെല്ലുന്നു. അപ്പോൾ അവർ പറയുന്നത് നമുക്കൊരു ബന്ധവുമില്ല, പഞ്ചായത്തല്ല പറയുന്നത്, പഞ്ചായത്ത് സെക്രട്ടറി ഇത് നേരിട്ട് നിങ്ങൾ കളക്ടർ പോയി സംസാരിക്കാൻ പറയുന്നത്. പക്ഷേ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമുക്കൊരു ഉത്തരവാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ പഞ്ചായത്ത് വിചാരിച്ചിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ഈ പദ്ധതി മുന്നോട്ട് വരാൻ പറ്റി, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാണ്. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഇപ്പം തന്നെ ഈ പറയുന്നു അടുത്ത മാർച്ച് അല്ലെങ്കിൽ അവസാനിക്കണം, കുറച്ചുകൂടെ നേരത്തെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ഇപ്പോഴും അഭിപ്രായമുണ്ട്. ഒപ്പം ഇതിൽ എത്രയും പെട്ടെന്ന് ഇപ്പോൾ അടുത്ത് നമ്മുടെ ഈ ജനകീയ കൂട്ടായ്മയുടെ ഒരു പങ്കെടുത്തതിലൂടെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഉടനെ ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളാണെന്നാണ് ഇപ്പം നമുക്ക് അറിയാൻ സാധിച്ചത്. ഇത് നേരെ ഈ റോഡ് പോകുന്ന നേരെ CRP ക്യാമ്പിനകത്ത് ചെന്ന് കുളിക്കുന്ന റോഡാണ്. ഇത് തുടങ്ങിയിട്ട് തന്നെ ഇപ്പോൾ 2.5 കൊല്ലം, ഈ പണി തുടങ്ങി നിർത്തി വെച്ചതിന് ശേഷം ഇപ്പോൾ 2.5 കൊല്ലം കൂടുതലായി. ഇതിൻ്റെ പ്രാഥമിക ഇതിനകത്ത് ഒരു ഡോളാം സ്കൂളുണ്ട്, ഒരു വിദ്യാഭ്യാസ സ്കൂളുണ്ട്, ഒരു പള്ളിയുണ്ട്, ഒരു അമ്പലമുണ്ട്. ഇത്രയും പേര് ഈ റോഡിൽ ആശ്രയിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. പക്ഷേ ഈ പണി തുടങ്ങിയതിന് ശേഷം ഇതുവരെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു അധികാരികളോ ഇത് വന്നിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ ഈ ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കി ഒരു ചെറിയ പ്രക്ഷോഭം പഞ്ചായത്ത് നടത്തിയതിന് ശേഷമാണ് എല്ലാവരും പുറത്തോട്ട് ഇറങ്ങി തുടങ്ങിയത്. അതുവരെ ഇതിനകത്ത് പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ഈ വാർഡ് പ്രത്യേകിച്ച് പറയാൻ കാരണം വാർഡ് പ്രസിഡന്റ് വാർഡിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി വീട്ടിൽ ഫ്രണ്ടിൽ കൂടെ പോകുന്ന റോഡാണിത്. അവർ പോലും ഡെയിലി ഈ ആശ്രയിക്കുന്ന റോഡാണ്. എന്നിട്ട് പോലും ഇതിന് എന്താണ് കംപ്ലൈൻറ്റ് എന്ന് അവരാരും അന്വേഷിക്കുന്നില്ല, പറഞ്ഞിട്ടുമില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ദേശിച്ച് ആ പുള്ളിയുടെ വീട് മേടമാണ്, ഇപ്പോൾ അപ്പുറത്താണ് വീട്, ഫ്രണ്ടിൽ കൂടെ ഡെയിലി പോകുന്നതാണ്. എന്നിട്ട് ഇതുവരെയും ആ റോഡ് എന്താണ് ഈ ഇങ്ങനെ കിടക്കാൻ കാരണമെന്ന് നാട്ടാടുത്ത് ജസ്റ്റ് പറയുമെങ്കിലും ചെയ്യാം, അതുപോലും ആരും ചെയ്തിട്ടില്ല. അതാണ് ഈ നാട്ടുകാരുള്ള ഇത്രയും ജനങ്ങൾക്ക് ഇത്രയും പ്രക്ഷോഭം വരാൻ കാരണം. അല്ലെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു. അത് മുഖാന്തരമാണ് ഈ ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കി. ഇപ്പം ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കിയതിന് ശേഷം ചെറിയ ഫോളോ അപ്പ് ഉണ്ടായിട്ടുണ്ട്. 12-ൽ പരം സ്കൂളിൽ വാഹനം അതിൽ പോകുന്നുണ്ട്. പല സ്കൂളുകളും വണ്ടി ഇതിനകത്തോട്ട് കയറ്റുന്നില്ല.
റോഡിൽ നിർത്തിയിട്ട് പിള്ളേരെ കൊണ്ടുപോകുന്നത് 1.5 കിലോ 2 കിലോമീറ്റർ പിള്ളേരെ കൊണ്ട് നടന്ന് റോഡിലാക്കിയാണ് ചെയ്യുന്നത്. വരുന്ന വണ്ടിക്കാർ ഡെയിലി കരച്ചിലും പറച്ചിലുമാണ്. ടയർ മൊത്തം പോയി, ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ള മൊത്തം പരാതിയാണ്. ഞങ്ങളും സാധാരണപ്പെട്ട വയസ്സായ വ്യക്തികളാണ്. ഇവിടെ നിന്ന് നടന്നു പോകുമ്പോഴത്തേക്ക് ഇപ്പം ദേശായി ഗ്രൂപ്പിലെ വണ്ടികൾ വരുന്നുണ്ട്, സ്കൂളിലെ വണ്ടികൾ വരുന്നുണ്ട്, വയസ്സാർക്ക് ഈ മെറ്റിലടിച്ച് തന്നെ എത്ര പേര് ഇവിടെ ഹോസ്പിറ്റലും കാര്യങ്ങളാണ്. ബൈക്കുകൾ പോകുമ്പം ഒരു ടയർ ബൈക്കിൻ്റെ മെറ്റിൻ്റെ പുറത്ത് കയറുമ്പോൾ അത് വന്ന് നമ്മുടെ ശരീരത്തിന് അടിക്കുന്നു. അങ്ങനെ ഒരുപാട് ഇവിടെ ഒരു 3 വാർഡാണ്. ഈ 3 വാർഡിലെ മെമ്പർമാരും ഇതുവരെ ഒന്ന് സുമ ഹരിലാൽ, ഖുറേഷ് ഹബീബി, ഒന്ന് കവിത, പിന്നെ ബ്ലോക്ക് മെമ്പറുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. ഇതുവരെ ഈ 2.5 വർഷക്കാലം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാര്യം വേറെ ഒന്നുമില്ല, വരിക്കുമുക്ക് മുതൽ നമ്മൾ ഇവിടെ നേരെ മംഗല പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ CRP ക്യാമ്പിൻ്റെ ഉൾപ്പെടെ ഈ റോഡ് അവർ മാന്യമായിട്ട് കിടന്ന റോഡാണ്. ഇവർ ഒരു 6 മാസം കൊണ്ട് ചെയ്യാന്നുള്ള രീതിയിൽ തുടങ്ങി വെച്ചതാണ്. ഇവിടെ ഒരു പാവപ്പെട്ട കൊച്ചുങ്ങൾക്ക് പോലും നടന്നാൻ വരാൻ പറ്റില്ല. പല ആൾക്കാർ ഇതിൽ ബൈക്കിൽ പോകും. ഒരു മെറ്റിൽ കയറി കൊച്ചുങ്ങളെ പുറത്താണ് അടിക്കുന്നത്. സ്കൂൾ കുട്ടികൾക്കായാലും മറ്റ് മുതിർന്ന ആൾക്കാർക്ക് പോലും ഒരു ഓട്ടോ വിളിച്ചാൽ പോലും ഇവിടെ വരാൻ പറ്റാത്ത സ്ഥിതിയാണ്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ ദുരിതം ആരെടുത്താണ് പറയേണ്ടത്? നമ്മൾ ചെറിയ രീതിയിൽ ഒരു ജനകീയ സമിതി ഉണ്ടാക്കി ഒരു പഞ്ചായത്ത് ധരണമാക്കി ഈ സ്ഥിതി എവിടെയാണ് കൊണ്ടെത്തിക്കണം എന്നുള്ള ഈ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അറിയില്ല. ഇത് ഏത് ഓഫീസിന് മുമ്പാണ് പോകേണ്ടത്, എവിടെയാണ് ഈ പരാതി കൊടുക്കുന്നത്? അങ്ങനെയാണ് ഇവിടുത്തെ ഒരു എല്ലാവരുടെ കൂട്ടായ്മ ഈ 2.5 കൊല്ലമായി നടക്കാത്തതുകൊണ്ട് ഒരു ജനകീയ സമിതി വിളിക്കാനും ഈ സമിതികൾ ഇതുവരെ എത്തി. ഈ ജനകീയ സമിതി വൻ വിജയത്തിൽ തന്നെയാണ് കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. കാര്യം ഏകദേശം ഒരു ധാരണയിലൊക്കെ ആണെന്നുള്ള അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഉറപ്പ്, അത് നമുക്കൊരു വിശ്വാസത്തിന് എടുക്കാൻ വേണ്ടിയുള്ള രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ ചീഫ് എഞ്ചിനീയർ ഓഫീസിൽ നിന്ന് നല്ലൊരു നിർദ്ദേശമാണ് കിട്ടിയത്. അത് MLA ആവട്ടെ മറ്റ് ആൾക്കാർ ഇടപെട്ട് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് വരും. ഇതുവഴിയാണ് വണ്ടി ഓടിച്ചു പോകണം. വഴിയെ നടക്കുമ്പോഴത്തേക്ക് ആൾക്കാരെ കാലിൽ കല്ലടിച്ചെന്ന് പറഞ്ഞ് പ്രശ്നങ്ങളാണ്. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നടന്നു പോണ ആൾക്കാരെ കാലിൽ കല്ലടിക്കുന്നെന്നും പറഞ്ഞ് പ്രശ്നങ്ങൾ. വണ്ടിക്കും പ്രശ്നമാണ്. 1 വർഷം ആയതേ ഉള്ളൂ വണ്ടി എടുത്തിട്ട്, 2ാമത്തെ ടയറാണ്. ഈ റോഡ് വഴിയൊക്കെ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുമോ സാധാരണ സ്ത്രീകൾക്കാണ്? പോകാൻ പറ്റുന്നില്ല, അതാണ് അവസ്ഥ. 2 വർഷം കൊണ്ട് ഇതാണ് ദുരിതം. നിങ്ങളെന്തെങ്കിലുമൊക്കെ ഇതിനു വേണ്ടി പരാതി കൊടുത്തിട്ടുണ്ടോ? പരാതി കൊടുത്തിട്ടുണ്ട്. ജനകീയ കൂട്ടായ്മ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അത് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. വാർഡ് മെമ്പർ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ശശി MLA സാർ വന്ന് കണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ബുദ്ധിമുട്ടാണ്. മഴ ഇത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ഇവിടെയൊക്കെ മത്സ്യം കൊടുക്കുന്നത് ഞാനാണ്. ഈ റോഡിലൊക്കെ റോഡെന്ന് പറഞ്ഞാൽ ഒരു 8-10 കൊല്ലം കൊണ്ട് നമ്മളിവിടെ മീൻ കച്ചവടം ചെയ്യുന്നതാണ്. ഇവിടെ വന്ന് വണ്ടി പഞ്ചറായി ഇതിനിടയ്ക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചെന്നറിയാം. ടയർ പുതിയ വണ്ടിയാണ്, ഒരു വണ്ടി വീട്ടിൽ ഒതുക്കി വെച്ച് ഇവിടുത്തെ ഗതികേട് കൊണ്ട്. അപ്പോൾ ആ അവസ്ഥയിലാണ് ഇവിടുത്തെ റോഡ് കിടക്കുന്നത്. ഇന്നലെ കിടക്കണമല്ല ഇത്. ചെയ്ത കാലത്തെ എങ്ങനെയാണ് ഇതിൻ്റെ ഈ ഗതികേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിള്ളേർ എന്ത് ചെയ്യും? നമുക്ക് ഡെയിലി പൈസ മുടക്കാനേ വണ്ടിക്ക് സമയമുള്ളൂ. ഇത്രയും വലിയ ലോഡൊക്കെ കൊണ്ട് ഇതേ പോകുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടാണ്, അതാണ് ഈ പറയുന്നത്. ബുദ്ധിമുട്ടാണ് നമുക്ക്. ആ ബുദ്ധിമുട്ട് സർക്കാരും മനസ്സിലാക്കുന്നില്ല, പിന്നെ ഇവിടുത്തെ വേണ്ടപ്പെട്ട അധികാരികളും മനസ്സിലാക്കുന്നില്ല. നമ്മളെന്ത് ചെയ്യണം? നിങ്ങളതിന് സ്വയം ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ എന്താണെന്ന് വെച്ചാൽ വേണ്ടത് ചെയ്യുന്നുമില്ല. ചെയ്ത് നല്ല രീതിയിൽ കിടന്ന സമയത്ത് ഇങ്ങനെ ഇതിനേക്കാളും നല്ല രീതിയിൽ കിടന്നു. അന്ന് അങ്ങനെ കിടന്നിരുന്നെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇതിപ്പോൾ അതിനേക്കാളും ഗതികേടാക്കിയിട്ടാണ് അവരൊക്കെ പോയത്. റോഡ് വീതി കൂട്ടാൻ തുടങ്ങിയാണ് ഇപ്പം റോഡുകൾ സഞ്ചരിക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കിടന്ന റോഡാണ്, ഇതേപോലെ കിടന്നതായിരുന്നു. അതിനെ കുത്തിയിളക്കി ഈ കോലാക്കി വിട്ടിട്ട് അവർ പോയി. അവർ ചോദിച്ചു അധികാരികൾ വന്ന് എല്ലാം ലെവലാക്കിയിട്ട് അവരങ്ങ് പോവുകയും ചെയ്യും. ഇപ്പം നമ്മളെപ്പോലുള്ളവർ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതിപ്പോൾ ഏകദേശം ഒരു 3 വർഷമായി ഇതിങ്ങനെ കുത്തിപ്പൊളിച്ചിട്ടാണെന്ന് തുടങ്ങിയിട്ട്. നമുക്കൊക്കെ വണ്ടിയുള്ളതാണ്, പോകാനും വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ ഇവിടെ വീഴുന്ന ഒരു സ്ത്രീയുടെ ഒരു വർഷമായിട്ട് അവർ ഇപ്പോൾ കിടപ്പിലാണ്. കാര്യം നല്ല കിടന്ന റോഡിനെ വെറുതെ കുത്തിപ്പൊളിച്ച് ഈ പരുവാക്കിയിട്ടിരിക്കണം ഫുള്ളായിട്ട്. വളരെ ബുദ്ധിമുട്ടാണ്. വാഹനത്തിൽ പോയി കഴിഞ്ഞാൽ വാഹനത്തിന് പണിയാണ്. അതായത് എല്ലാം ഊരി പറഞ്ഞ് പോകുന്നേണ്ട. നടന്നു പോകാന്ന് വെച്ചാൽ ചെരുപ്പ് പൊട്ടും. ഇതുവഴി നടന്നും പോകാൻ പറ്റില്ല, വാഹനത്തിലും പോകാൻ പറ്റില്ല. വളരെ ബുദ്ധിമുട്ടിലാണ്. 2.5 വർഷം കൊണ്ട് ഈ അനുഭവം
എന്ത് പറയാ, ഈ റോഡ് നല്ല രീതിയിലായിരുന്നു എന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ ടാർ ചെയ്തിട്ട് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞ റോഡാണ്. നല്ല ടാറിങ്ങും 2 സൈഡ് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല റോഡായിരുന്നു. അപ്പോഴാണ് കുത്തിപ്പൊളിച്ചത്. കുത്തിപ്പൊളിച്ചിട്ട് ഇപ്പോൾ 2.5 വർഷമായി. ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഇതുവഴിയും പോകാൻ പറ്റില്ല, അതുവഴിയും പറ്റില്ല. ഈ റോഡ് കറങ്ങി ഇങ്ങനെ വരുന്നുണ്ട്. ഞങ്ങളെ വീട് ഇതിൽ നടുക്കാണ്. അപ്പം എന്തായിരുന്നാലും ഈ റോഡ് പാസ് ചെയ്തേ പോകാൻ പറ്റുള്ളൂ. അന്ന് അപ്പുറം സൈഡ് കുറക്കോട് എന്ന് പറയും, CRPF പോകുന്നത്. ആ സൈഡിലോട്ട് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ NH കയറാനും പറ്റത്തില്ല. ഇതുവഴി ഞങ്ങൾക്ക് മുരിക്കുമ്പുഴ മംഗലാപുരം റോഡ് കയറാനും പറ്റത്തില്ല. വളരെ ബുദ്ധിമുട്ടാണ്. വർഷങ്ങൾ കൊണ്ട് പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് ഉണ്ടാക്കി ഈ റോഡ് കോൺക്രീറ്റ് ചെയ്ത് 2 സൈഡിലും ടാർ ഇട്ടിട്ട് 2 സൈഡിലും കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ലൊരു റോഡായിരുന്നു. ഇത് എന്തിനു വേണ്ടി ഇങ്ങനെ പൊളിച്ചെന്ന് അറിയാൻ വയ്യ. ഇതിപ്പോൾ 2.5 വർഷം കൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾ വളരെ ദുരിതത്തിലാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്താൽ പോലീസുകാർ പോലും വരുന്നില്ല. രണ്ടാമത് ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ ആംബുലൻസ് വരുന്നില്ല. വണ്ടി വിളിച്ചാൽ അവർ മെയിൻ റോഡിൽ വന്ന് നിൽക്കും. പിന്നെ നമ്മൾ ചുമന്നുകൊണ്ടാണ് ആംബുലൻസ് കൊണ്ട് രോഗികളെ കൊണ്ടുപോകേണ്ടത്. അത് വളരെ ദുരിതമാണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇത് ചെയ്യാൻ വേണ്ടി ഇത് 4-5 പ്രാവശ്യം കൊണ്ട് ജനകീയ കൂട്ടായ്മയോടെ നടത്തി പഞ്ചായത്തിൻ്റെ മുമ്പിലും എല്ലാ റോഡിൽ വരെ ഉപരോധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇത് ചെയ്യണമെന്നും പറഞ്ഞാണ് നമ്മളെല്ലാവരും ഇതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത്. കാര്യം വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പുതിയ വണ്ടികൾ തന്നെ എടുത്താലും നമുക്ക് റോഡിലോട്ട് ഇറക്കാൻ പറ്റില്ല. പ്രധാനമായിട്ട് ഇതേപോലെ ആൾക്കാരുടെ റോഡിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ വീല് കയറി മെറ്റിൽ അടിച്ച് ആൾക്കാരുടെ പുറത്തും ശരീരത്തിൽ അടിക്കുമ്പോൾ അവരടിക്കാൻ പിടിച്ച് നിർത്തുന്നു. രണ്ടാമത് ആൾക്കാർ തെന്നി വീഴുന്നു. ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ കണക്ക് എന്നെ ഇവിടുത്തെ ചേച്ചി ഒരു 10 മാസം കൊണ്ട് അവർ കിടപ്പില്ല. ആ കൊച്ചിൻ്റെ സൈഡ് പൊട്ടിപ്പോയി, അവരുടെ തുടയിലും കാലിൻ്റെ എല്ലും പൊട്ടി. അവർക്ക് ഒട്ടും എബ്ബാറ് സുതാരമാണെന്നുള്ള വ്യക്തി അദ്ദേഹം രാവിലെ അമ്പലത്തിൽ തൊഴുവാനായിട്ട് പോയപ്പോഴത്തേക്ക് കല്ലിൽ ചവിട്ടി സ്ലിപ്പായി കൈ ഒടിഞ്ഞ് അദ്ദേഹത്തിന് നിങ്ങൾക്ക് കാണാം അവിടെ തന്നെ ഉണ്ട്. വേറെ 3-4 പേർക്ക് ഇതേപോലെ പരിക്കുകളാണ്. അപ്പം നമ്മുടെ സ്കൂൾക്ക് ഇപ്പോൾ ഒരു 7-8 സ്കൂളിൽ വണ്ടികൾ ഇതിൽ പോകുന്നുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ സ്കൂളുണ്ട്, ആശുപത്രിയുണ്ട്, പോലീസ് സ്റ്റേഷൻ എല്ലാം. നമുക്കൊക്കെ ഈ റോഡേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ റോഡല്ല വേറെ റോഡ് നമുക്കില്ല. നമുക്ക് പോകണമെങ്കിൽ പഞ്ചായത്തിലോ പോത്തൻകോട്ടോ ആറ്റിങ്ങലോ തിരുവനന്തപുരത്തോ എവിടെ പോകാനാണെങ്കിലും നമുക്ക് ഈ റോഡ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് എന്തിനു വേണ്ടി ചെയ്താൽ ആർക്ക് വേണ്ടിയാണെന്ന് അറിയാമല്ലോ. കാര്യം ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് ഇത് നമുക്ക് സാധിച്ചു തരണമായിരുന്നു. അപ്പോൾ ഇത് ആരൊക്കെ ചോദിക്കട്ടെ, ആരൊക്കെ പറയുന്നത് എല്ലാവരും ഒരുമാതിരി വിഷമത്തിലാണ് കിടക്കുന്നത്. കാര്യം നമുക്ക് ഏറ്റവും ദുരിതം എന്ന് പറഞ്ഞാൽ ആശുപത്രി കേസുകൾ വളരെ ബുദ്ധിമുട്ടാണ് ആശുപത്രിയിൽ പോകാൻ. കാര്യം ഓട്ടോക്കാർ വരില്ല. ഓട്ടോക്കാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ആ പാൽ സൊസൈറ്റി അപ്പോൾ അവിടുത്തെ റോഡ് മാത്രമുണ്ട്, അവിടെ വരെ വന്നേ നിൽക്കും. അതിപ്പോൾ അവർ ഇങ്ങോട്ട് ഈ ആട്ടോ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അവർ ചോദിക്കുന്ന ഇരട്ടി കൂലിയാണ്. നമ്മളിങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ 40 രൂപയുള്ള മംഗലാപുരത്ത് നിന്ന് നമ്മൾ ഇടവിളാകം വരെ വരുന്നെങ്കിൽ ഇപ്പോൾ ഈ മെറ്റിൽ കൂടെ കയറ്റണമെങ്കിൽ അവർ 80 രൂപ 90 രൂപയാണ് ചോദിക്കുന്നത്. കാര്യം ആശുപത്രി കേസുകളിലൊക്കെ നമുക്കത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. സ്ഥിരം ഞങ്ങൾ വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ കൂട്ടുകാർ തന്നെ 1-2 പേര് ബൈക്കിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇതിലുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അറിയുന്നത് റീടെൻഡറിന് പോയിട്ടുണ്ടെന്ന് പറയുന്നത്. എന്നാൽ പഴയ കോൺട്രാക്ടറുകാരനെ ടെർമിനേറ്റ് ചെയ്തിട്ടുമില്ല. ഇത് രണ്ടും ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പഴയ കോൺട്രാക്ടറെ ടെർമിനേറ്റ് ചെയ്യാതെ പുതിയ ടെൻഡറിന് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് അങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനും PWD ലൈസൻസ് ഉള്ള ആളാണ്, വർക്ക് എടുത്ത് ചെയ്യുന്ന ആളാണ്. പറയുന്നതിൽ വൈരുദ്ധ്യങ്ങളുണ്ട് ഇപ്പോഴും. അപ്പോൾ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഈ കരാറെടുത്ത ആളിനെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് ഇവിടെ തരത്തിൽ? കരാറെടുത്ത ആൾ എൻ്റെ അറിവിലാണെന്നുണ്ടെങ്കിൽ കരാറെടുത്ത ആളിന് ഈ ആ എമൗണ്ടിൽ വർക്ക് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് അയാൾ നിർത്തിവെച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അയാൾക്ക് എമൗണ്ട് ഇനി കൂട്ടി കൊടുക്കണം എന്നുള്ള രീതിയിലാണ് അയാൾ ഹൈക്കോടതിയിലോ മറ്റോ പോയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. കൃത്യമുള്ള വിവരം അറിയില്ല. പക്ഷേ എന്നിരുന്നാലും റീടെൻഡറിന് പോകണമെന്നുണ്ടെങ്കിൽ അയാളെ ടെർമിനേറ്റ് ചെയ്യണം. ഇതുവരെ ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ നിലവിൽ ഇത് തുടങ്ങും എന്ന് പറയുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് അതൊരു ഉറപ്പില്ല. കാരണം മാർച്ചിൽ ഫണ്ട് ലാപ്സ് ആവുന്നുണ്ട്. ഈ റോഡിൻ്റെ കാര്യം ഗതികേട് തന്നെയാണ്. നമ്മുടെ പ്രായം ചെന്നവർ തന്നെ നടന്നു പോകാത്ത ഒരു അവസ്ഥയായിപ്പോയി. നല്ല ഭംഗിയായിട്ട് കിടന്ന റോഡായിരുന്നു. പക്ഷേ ഞങ്ങൾ പ്രായം ചെന്നവർക്ക് വേണ്ടി സാറന്മാരെങ്കിലും ഇത് പറഞ്ഞ് ഗവൺമെൻറ്റിന് വേണ്ടി നല്ലത് ശരിയാക്കി തരണം എന്നേ എനിക്ക് പറയാനുണ്ട്. ആശുപത്രി പോകുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. വലിയ ബുദ്ധിമുട്ടാണ്. വണ്ടിയിലെ ഒരു ആട്ടോ പോലും ഇങ്ങോട്ട് വരില്ല. നമ്മുടെ വീടുകളിൽ പറഞ്ഞത് വരാൻ പറ്റില്ല. റോഡ് മോശമായിട്ട് കിടക്കുകയാണ്. ആ അവസ്ഥയിലാണ്. എങ്ങനെയാണ് ഈ ചികിത്സയ്ക്കൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്നത്? എങ്ങനെയാണ്? ഇതിൻ്റെ മെയിൻ റോഡിൽ ഏതെങ്കിലും റോഡിൽ ചെന്ന് പോകും, നടന്നു പോകും. വേറെ മാർഗമൊന്നുമില്ല. ഈ റോട്ടിൽ ഒരു വണ്ടി വരില്ല സാറേ. ഇതാ പ്രശ്നം. ആട്ട് പോലും വരില്ല. വന്നാൽ അവർ വരില്ല. എത്ര പൈസ കൊടുത്താലും വരില്ല. ഇത് നമ്മൾ നടന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ട്രെയിനിൻ്റെ രീതിയിൽ ആപ്പിക്കൊണ്ടിരിക്കുന്നു. ഈ റോഡിലൂടെ പോയപ്പോഴാണ് ഇവിടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഇത്തിരി അങ്ങോട്ട് പോയതേ ഉള്ളൂ. വണ്ടി മറിഞ്ഞങ്ങ് മെറ്റിൻ്റെ പുറത്ത് വീണ്. 11 മാസം. ഇത് 11ാം മാസം. എങ്ങനെ സംഭവിച്ചത്? കല്ല് കയറി വണ്ടി വന്നപ്പോൾ സൈഡ് കൊടുത്താണ്? ഇല്ല, സൈഡ് കൊടുത്തേ അവിടെ വണ്ടിയൊന്നും വന്നില്ല. മെറ്റിൽ കയറി വണ്ടി സ്ലിപ്പായത്. വണ്ടി അങ്ങ് മറിഞ്ഞു. ഞാൻ മെറ്റിൽ ചെന്ന് വീണു. കൊച്ചുണ്ടായിരുന്നു, പൊടി കൊച്ച്. കൊച്ചിന് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ട്രീറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? മെഡിക്കൽ കോളേജിലായിരുന്നു. ആഴ്ചയോറും 2 ആഴ്ചയിലൊരിക്കലും 1 മാസത്തിലൊരിക്കലും ആംബുലൻസ് പിടിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. ഇതുവരെ ഇത് 11ാം മാസം.
എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? കാല് പൊട്ടി, കമ്പി ഇട്ടേക്കുന്നു, കൈ മെറ്റലിൽ കുത്തി കൈ ഇവിടെ അങ്ങ് പൊട്ടിപ്പോയി. കൈ വേദന കൊണ്ട് കെട്ടി വെച്ചിരിക്കുന്നുണ്ട്, ഇവിടെ അങ്ങ് പൊട്ടിപ്പോയി. മെറ്റലിൽ ഇങ്ങനെ കുത്തിയത്, മെറ്റലിൽ ചെന്ന് കാലും ഓടിച്ച് കൈയും കുടിച്ച്. അപ്പോൾ കാലിൽ കമ്പി ഇട്ട്, കയ്യിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷേ വേദന ഒന്നും ചെയ്യാം. അടുക്കളയിൽ നിൽക്കുമ്പോൾ കൈ ഭയങ്കര വേദന. അങ്ങനെ ഇത് ഉരുളയും വീത്തി കെട്ടി വെച്ചേക്കുന്നു. മെറ്റലിൽ ചെന്ന് വീണത് തന്നെ, വണ്ടി സ്ലിപ്പ് ചെയ്ത് ശരി തന്നെ. മെറ്റലിൽ വണ്ടി സ്ലിപ്പ് ചെയ്ത് വണ്ടി അങ്ങ് മറിഞ്ഞു. അപ്പോൾ ഞാൻ ചെന്നങ്ങ് മെറ്റലിൽ വീഴുന്നപ്പം വെക്കം കൈ അങ്ങ് കുത്തി കാല് പിടിച്ച്. ഇത് തന്നെ സംഭവിച്ചു. അവിടെ വണ്ടിയൊന്നും വന്നില്ല, അന്നേരം ഒരു വണ്ടിയും വന്നില്ല. ഈ വണ്ടിക്ക് സൈഡ് കൊടുത്തിരുന്നു. ഈ റോഡ് നല്ല റോഡായി കിടക്കുകയാണല്ലേ? പിന്നെ നല്ല റോഡായിരുന്നു. ഇപ്പം 2 വർഷം കൊണ്ടാണ് ഇത് ഇടിച്ച് പൊളിച്ചിട്ടേക്കണത്. ഇടിച്ച് പൊളിച്ചിട്ടെങ്കിലും ഞാൻ ഇതിലേ പോവുമായിരുന്നു. ഇത് പ്രാദേശിക ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയൊന്നുമല്ല. അപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ അവരെ കുറ്റം പറയുന്നതിലും കാര്യമില്ല. അവർ സദുദ്ദേശത്തോടെ കൊണ്ടുവന്നാണ്. പക്ഷേ എങ്ങനെയോ ഈ കോൺട്രാക്ടറുടെ നിലപാട് കൊണ്ട് ഇങ്ങനെ ആയിപ്പോയി. അതുകൊണ്ടാണ് ഇത്തരം ആൾക്കാരെ കാണാൻ കഴിയുന്നത്. ഇനിയും പലരും ഉണ്ട്, കാണിച്ചു തരാം നമ്മൾ വേണമെങ്കിൽ. ഇനി എങ്ങോട്ട് എവിടെ എത്തും ഇതൊന്നും അറിയില്ല. ഈ സാമ്പത്തിക വർഷം കഴിഞ്ഞാൽ പിന്നെ പദ്ധതി ക്യാൻസലാവും. പിന്നെ MLA ഫണ്ടിന് വേണ്ടി കാത്തിരിക്കണം. അത് വർഷങ്ങളിങ്ങനെ പോകും. അത്രയും ദുരിതം നാട്ടുകാർ അനുഭവിക്കണം. ഇപ്പോൾ എന്നെ പോലെയുള്ളവരെ അതിൽ പ്രായ കൊച്ചു പിള്ളേരാക്കാം. നടന്നു പോകുമ്പോൾ കാലൊന്ന് സ്ലിപ്പായാലും ഈ മെറ്റിലല്ലേ, ചിലപ്പോൾ അങ്ങ് മറിഞ്ഞു വന്ന് കാലങ്ങ് കുഴകൊണ്ടങ്ങ് ഒടിഞ്ഞു പോകില്ലേ. മെറ്റിലല്ലേ, കൈ ചെന്ന് കുത്തിയാൽ കൈ അങ്ങ് പൊട്ടും. മെറ്റിലായോണ്ടാണ്. ഇപ്പം വേറെ വല്ല മണല്ല, താരട്ട റോഡാണെങ്കിൽ കൈ കുത്തിയാൽ കൈ അങ്ങ് വെക്കം പൊട്ടയൊന്നുമില്ല. ഇത് ഈ റോഡ് ഇങ്ങനെ ഇട്ടിരുന്നാൽ കഷ്ടകാലം തന്നെ. നടന്നു പോകണമായിരിക്കും. ചെറുപ്പക്കാരാണ്, വയസ്സായവരൊന്നുമില്ല. പിന്നെ പ്രായമായവർ കണ്ണും കണ്ടുകൂടാ. പയ്യെ പയ്യെ നടന്നു പോകുമ്പോൾ വീണുപോയാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ ഒരു അത്യാവശ്യത്തിന് നമ്മൾ ഒത്തിരി വെക്കാൻ സ്പീഡാണ് നടക്കും. കൊച്ചുങ്ങളായിരുന്നാലും കല്ല് ശില്പമായാൽ കാലങ്ങ് മടങ്ങി പോകൂലേ. കാലങ്ങ് മടങ്ങിപ്പോയി കാല് പൊട്ടിയത് തന്നെ. കാല് പൊട്ടിയാൽ നരകം തന്നെ. നരകം, കാല് പൊട്ടിയ നരകം അനുഭവിക്കണം. ഞാൻ ഈ 11 മാസം കൊണ്ട് അനുഭവിക്കണം. കൈ പൊട്ടുകണക്കല്ല. അപ്പോൾ ബാത്റൂമിലൊക്കെ പോകാൻ സ്വാതന്ത്ര്യം വേണ്ടേ. 3-4 മാസം കിടന്ന് നരകം അനുഭവിച്ചു. പിന്നെ വാക്കറിൽ റോഡ് പണി ഇപ്പം ഇനി എന്ന് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു നിശ്ചയവും ഇല്ല. അധികാരികൾ കണ്ണു തുറക്കണ്ടേ, പഞ്ചായത്ത് ഇരിക്കണവർ കണ്ണു തുറക്കണ്ടേ. ജനങ്ങൾ ഇത്രയും സമരം ഉണ്ടാക്കി, എന്തെല്ലാം ചെന്ന് ഈ വീൽ ചെയറിൽ വരെ ഞാൻ വരെ അവിടെ പോയി. എന്നിട്ടും അധികാരികൾ കണ്ണു തുറക്കണ്ടേ. അധികാരികൾ കണ്ണു തുറക്കാതെ എന്തിനാ ഈ കാര്യം നടക്കും ഈ നാട്ടിൽ? നല്ലപോലെ കിടന്ന റോഡാണ്. ഇത് വെറുതെ ആവശ്യമില്ലാതെ പൊളിച്ചിട്ടിട്ട് അവരവരെ ജോലി നോക്കി അവർ പോയി. മനസ്സിലല്ലേ? എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റാ ഗതി കിടക്കണം. വണ്ടി ഓടിച്ച് പോകുന്നില്ല. വണ്ടി ഓടിച്ച് പോകാൻ ഭയങ്കര കഷ്ടപ്പാട് തന്നെ, വലിയ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ഓടിച്ച് പോകാനൊന്നും പറ്റൂല. ആയിരിക്കണം. അപകടങ്ങളൊക്കെ സ്ഥിരമായിട്ടുണ്ടാകുന്നു. പിന്നെ ഈ റോഡ് കാരണം ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്തായാലും അധികൃതർ ഇടപെട്ട അടിയന്തരമായി തന്നെ ഇത് ഗതാഗത യോഗ്യമാക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഞാനിവിടെ ചോദിക്കാൻ പൂർത്തിയാകുന്നു. നമസ്കാരം.